മഞ്ഞ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കണ്ടോ, ഞാൻ കുറേ നക്ഷത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴുണ്ടല്ലോ, ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അത് കണ്ടു, അവർ റിയാക്ട് ചെയ്തു. പക്ഷെ അവരുടേതായ എല്ലാ റിയാക്ഷൻസും എനിക്ക് വാട്സപ്പിലോട്ടാണ് വന്നത്. അതുകൊണ്ട് ഇനിയുള്ള എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടേതായ എല്ലാ അഭിപ്രായങ്ങളും ഈ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് അത് ഇടുന്നത് നന്നായിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു വലിയ ഫ്രണ്ട് സുജ പറഞ്ഞു, ആൻറ്റി ടീച്ചർ ആൻറ്റി ഇത് സ്റ്റാർ ഫ്രൂട്ടാണെന്ന് എൻ്റെ അറിയിക്കാഞ്ഞത്. അപ്പോൾ സ്റ്റാർ ഷേപ്പ് കണ്ടോ, ഇത്രയും നക്ഷത്ര ഷേപ്പുള്ള ഒരു ഫ്രൂട്ടാണ് ഇത്. ഒരു ഫ്രൂട്ട് എടുത്ത് കട്ട് ചെയ്യുമ്പോൾ ഇത്രയും നക്ഷത്രം കിട്ടി, ഒരൊറ്റ ഫ്രൂട്ടിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് വച്ചാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. പേരിൽ എന്തിരിക്കുന്നു എന്ന് ചിലർ ചോദിക്കും അല്ലേ, പക്ഷെ പേരിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ആ പേര് കൊണ്ടാണ് നമ്മൾ ഈ ഫ്രൂട്ടിനെ തിരിച്ചറിയുന്നത്. അപ്പോൾ പേര് വലിയൊരു ഘടകമാണ്. അപ്പോൾ ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഒരുപാട് ഗുണഗണങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. എല്ലാത്തിനും ഗുണമുണ്ട്, ദോഷമുണ്ട്. അപ്പോൾ ഇതിനെന്താ ദോഷമെന്ന് ചോദിക്കും അല്ലേ. ഇത് ഡയബറ്റിക്കാർക്ക് തിന്നാമെന്ന് ഞാൻ പറഞ്ഞ 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഒത്തിരി ഫൈബറുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻ സി ഡി ഒക്കെ ഉണ്ട്. എന്നാൽ ഇതിനകത്ത് വേറൊരു സാധനമുണ്ട്, ഓക്സാലിക് ആസിഡും പിന്നെ കരംബോക്സിലും. ഇത് രണ്ടും കിഡ്നിക്ക് അത്ര നല്ലതല്ല. പിന്നെ ഏതെങ്കിലും ചെറിയ അസ്വസ്ഥതകൾ, വോമിറ്റിംഗ് ഒക്കെ ഉള്ളവർ ഈ പഴം തിന്നാതിരിക്കാൻ നല്ലത്. വോമിറ്റിംഗ് ടെൻഡൻസി കൂട്ടും. അങ്ങനെ ചില ദോഷവശങ്ങളും കൂടെ ഈ പഴത്തിനുണ്ട്. അതുകൊണ്ട് ഈ പഴം വല്ലപ്പോഴും ഒരെണ്ണം തിന്നുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഒരെണ്ണത്തെ കൂടുതലൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊരു ചെറിയതാണ്, പക്ഷേ ഇതിൻ്റെ വലുതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ ദോഷവശം ഉള്ളതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഓരോന്നേ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ പേര് ഈ ഫ്രൂട്ടിന് ഒത്തിരി അനുചിതമാണ് അല്ലേ. അതായത് ഇതിൻ്റെ ഷേപ്പ് കൊണ്ടാണ്. ഇത് വലിയ ഇരുമ്പുളി എന്ന് പറഞ്ഞാൽ പോരാ, സ്റ്റാർ ഫ്രൂട്ട് എന്ന് തന്നെ പറയണം. അതിങ്ങനെ ഇരുമ്പുളി കെട്ടിയത് എത്രയും കിട്ടത്തില്ല, ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റാറാണ്. അപ്പോൾ ഇതിനകത്തെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറഞ്ഞല്ലോ. എല്ലാത്തിനും ഗുണം ദോഷം ഉണ്ടെങ്കിലും ഈ പേരിനെ കുറിച്ച് പറയാം. നമ്മളൊരു ഏതിനെങ്കിലും കുറിച്ച് അറിയുന്നത് അതിൻ്റെ പേര് പറയുമ്പോഴല്ലേ. പേര് പറയാതിരുന്നാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ബൈബിളിലും അതുപോലെ തന്നെയാണ്. ആദ്യത്തെ ആ ഉൽപ്പത്തി അല്ലെങ്കിൽ ദൈവം ഓരോന്നും സൃഷ്ടിച്ച കാലങ്ങളിൽ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മനുഷ്യനെ ഉണ്ടാക്കി. അപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യനോട് ദൈവം പറഞ്ഞ് അതിനൊക്കെ പേരിട്ടോളാം. അപ്പോൾ മനുഷ്യൻ അതിന് ഓരോ പേരിട്ട് ആന, പൂച്ച, പട്ടി, ചെടി, മരം എന്നൊക്കെ ഇട്ടു. അപ്പം മനുഷ്യൻ വിളിച്ചതൊക്കെ പേരായി. അപ്പോൾ ഈ പേരും ഓരോ ശാസ്ത്രജ്ഞന്മാരിട്ടത് തന്നെയാണ്. അങ്ങനെ പേരിടുന്നതിൽ മനുഷ്യൻ മിടുക്കരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രൂട്ടിനെ വളരെ കെയർഫുള്ളായിട്ട് കഴിക്കുക. കഴിക്കുന്നതുകൊണ്ട് ദോഷമില്ല, പക്ഷേ കിഡ്നി രോഗികൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ.